ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇന്ന് മലബാർ ദം ബിരിയാണി എങ്ങനെ എളുപ്പമായിട്ട് ഉണ്ടാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൊതി അടക്കാനായിട്ട് വയ്യായിരുന്നു. അത്രയ്ക്ക് രുചിയായിരുന്നു ഈ ദം ബിരിയാണിക്ക്. അതുകൊണ്ട് തന്നെ ഇത് ഒരു മസ്റ്റ് ട്രൈ ബിരിയാണി തന്നെയാണ്. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ തന്നെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു കടായിൽ എണ്ണ ചൂടാക്കുക, അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് 2 സവാള അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക. ഈ സവാളയെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ സവാള എല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 2 കിലോ അടുത്ത് നമ്മൾക്കിവിടെ ചിക്കൻ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചിക്കൻ എല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഫ്ലഷിൻ്റെ ആ ഒരു കളറ് ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് കൂടാണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് അരിഞ്ഞു വെച്ചതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 തക്കാളി അരിഞ്ഞു വെച്ചത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ 2 ടീസ്പൂൺ കട്ട തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾ ചിക്കൻ റെഡിയാക്കാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള കടായി എടുക്കാം കേട്ടോ. എനിക്ക് ചെറുതായതുകൊണ്ട് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റ് ചിക്കൻ അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സവാള ആഡ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് നാരങ്ങ നീരും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അതുകൂടാണ്ട് 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അത്യാവശ്യം വലിപ്പമുള്ള കടായി തന്നെ എടുക്കുക കേട്ടോ, മിക്സ് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ദം ബിരിയാണിയുടെ ചിക്കൻ നമുക്കിവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പകുതിയോളം സ്റ്റെപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി റൈസ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. ബിരിയാണി പോട്ടിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് സവാള വറുത്ത എണ്ണ നമ്മൾ ചൂടാക്കുക. അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കുറച്ച് സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യും. അതിൽ പട്ട, ബേ ലീഫ്, ജാതിക്ക, സ്റ്റാർ, ഏലക്കായ, ഗ്രാമ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അരമണിക്കൂർ കുതിർത്തി വെച്ച കൈമ റൈസ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കും. 3.5 കപ്പ് റൈസാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഈ റൈസ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. റൈസിന്റെ ആ ഒരു കളറ് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇൻഗ്രീഡിയൻസിന്റെ എല്ലാം ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടാക്കാനായിട്ട് നോക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 3.5 കപ്പ് അരിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഏകദേശം 7.5 കപ്പ് വെള്ളം ഇതിൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി 2 വെളുത്തുള്ളി അല്ലിയും 3 പച്ചമുളകും ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൈസ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ദം ചെയ്യുകയാണ് ചെയ്യുന്നത്. ചിക്കൻ എല്ലാം തന്നെ നമ്മൾ താഴെയായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ള റൈസ് എല്ലാം തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. മലബാർ ദം ബിരിയാണിനെ കുറിച്ച് എല്ലാവർക്കും തന്നെ നന്നായിട്ട് അറിയാം. അതായത് ബിരിയാണികളിൽ വെച്ചിട്ട് ഏറ്റവും രുചികരമായിട്ടുള്ളൊരു ബിരിയാണിയാണ് മലബാർ ദം ബിരിയാണി. വീക്കെൻഡിലോ ഫാമിലി ഫംഗ്ഷനൊക്കെ ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണിത്. കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മഞ്ഞൾ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മുന്തിരിയും വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പെല്ലാം നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച മല്ലിയില നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വറുത്ത് വെച്ച സവാളയും കൂടെ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കും. ആവശ്യത്തിന് നെയ്യ് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ നല്ല രുചിയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഒരു 2 നുള്ള് ഗരം മസാലയും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ലെയർ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിവിടെ 2 ലെയർ മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇത് ദം ചെയ്യാനായിട്ട് ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് നമ്മളത് മൂടും. എന്നിട്ട് ഒരു മൂടി ഉപയോഗിച്ചിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്.
അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുക. എന്നിട്ട് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ നമ്മളിത് ദം ചെയ്തെടുക്കും. 1 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ദം ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ദം പൊട്ടിച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ ആവി പറക്കണ മലബാർ ദം ബിരിയാണി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1 കിലോ റൈസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു 9 പ്ലേറ്റ് സെർവ് ചെയ്യാനായിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഈ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല സിമ്പിളാണ്, എന്നാൽ അസാധ്യ രുചിയും കൂടെയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട. അതേപോലെ മറ്റ് റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അടുത്തൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.